ഇന്റർനെറ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത്? പണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ യുദ്ധം ഉണ്ടായ കാലഘട്ടത്തിൽ ഈ അമേരിക്ക ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെലിടൈപ്പ് മെഷീൻ വഴിയാണ്. ടെലിടൈപ്പ് മെഷീൻ അമേരിക്കന്റെ ക്യാപിറ്റലിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അമേരിക്ക മേടിച്ചു ഈ സോവിയറ്റ് യൂണിയൻ ഇവരെ ബോംബ് ഇട്ടിട്ട് അവരുടെ ഈ ടെലിടൈപ്പ് എന്ന മെഷീന്റെ അതെല്ലാം നശിപ്പിക്കുന്നു. അപ്പൊ അവർക്ക് അവരുടെ ഇത് ട്രാൻസ്ഫർ ചെയ്യാം, ഈ ഇൻഫർമേഷൻ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ അവന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു അങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നു. അന്നേരം അവർക്ക് ഒരു പുതിയ ഇങ്ങനെ ഒരു സ്ഥലം നശിച്ചാലും ബാക്കി സ്ഥലങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു കണ്ടുപിടുത്തമാണ്. അതിനാണ് 1960 കാലഘട്ടങ്ങളിൽ കുറെ അമേരിക്കയിലെ കുറെ സയന്റിസ്റ്റുകളും ചേർന്നിട്ട് അർപ്പാനെറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി. ഈ അർപ്പാനെറ്റില് ഈ മെസ്സേജസ് എല്ലാം സ്മോൾ പീസ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് അവർ പാക്കറ്റ്സ് എന്നാ പറഞ്ഞത്. ഈ പാക്കറ്റ്സിനെല്ലാം അവർക്ക് ഇതിൽ ഓരോ പാക്കറ്റ്സിനും അതിൻ്റെതായ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരെണ്ണം നഷ്ടപ്പെട്ടാലും വേറെ ഒന്നിനും ഇത് ബാധിക്കില്ല. കുറെ ഇത് വെച്ചിട്ട് അമേരിക്കയിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടായി. പക്ഷെ ഇതിനൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇതിലെല്ലാവരും പല പല ഭാഷകളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇതിൽ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല ലാംഗ്വേജസിലായിരുന്നു. അപ്പൊ ഇത് ഫുൾ എല്ലാം വലിയ മെസ്സായി ആർക്കൊന്നും മനസ്സിലാവാണ്ടായി. ഇത് നന്നാക്കാനായിട്ട് 2 എഞ്ചിനീയേഴ്സ്, വിൻസെർഫും ബോബ്കാൻ. വിൻസെർഫ് നമ്മുടെ ഇന്റർനെറ്റിന്റെ ഫാദർ എന്ന് പറയുന്ന ആള്. ഈ 2 പേരും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ ലാംഗ്വേജ് തന്നെ ഉണ്ടാക്കി. ഒരു കോമൺ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയി ഈ ലാംഗ്വേജ് അവരുണ്ടാക്കി. TCP എന്ന് പറയും, ഇല്ലെങ്കിൽ അവിടെ IP എന്ന് പറയും. ആ ഒരു ലാംഗ്വേജ് ഒരു വിൻസെർഫും ബോബ്കാനും ആണ് ഉണ്ടാക്കിയത്. ഇത് ഈ IP-യുടെ സഹായത്തോടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവാൻ ഇവരുടെ ഈ നെറ്റ്വർക്കുകൾ ചേർന്നിട്ട് എല്ലാവർക്കും ഇത് മനസ്സിലാവാൻ പറ്റി. ഈ നെറ്റ്വർക്ക് എല്ലാം ചേർന്ന് ഒരു വലിയ നെറ്റ്വർക്ക് ആയിട്ടാണ് ഈ അർപ്പാനെറ്റ് പ്രവർത്തിച്ചത്. ഇതാണ് ഇന്റർനെറ്റിന്റെ സ്റ്റാർട്ടിങ്. ആ കാലഘട്ടങ്ങളിൽ ഇന്റർനെറ്റ് ഈ സയന്റിസ്റ്റുകൾക്കും എഞ്ചിനീയേഴ്സിനും മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ സാധാരണക്കാരനായ ആൾക്കാർക്ക് ഈ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പം ഈ 1990s കാലഘട്ടങ്ങളിൽ ഇതിനൊന്ന് എല്ലാവരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ടിം ബേർണേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചു. ഇത് WWE. നമ്മൾ ഈ ഇന്റർനെറ്റിൽ എന്ത് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ WWE ഉണ്ടാവില്ലേ, അത് കണ്ടുപിടിച്ചത് ടിം ബേർണേഴ്സ്-ലീ ആണ്. അപ്പം ഇത് വെച്ച് നമുക്ക് ആൾക്കാർക്ക് ഇന്റർനെറ്റ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റി. സോ ദിസ് ഈസ് ഹൗ ദ ഇന്റർനെറ്റ് ബിഗാൻ. സോ താങ്ക് യു.